ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്ലിക്കേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. സി പി എന്താണ്, സി വി എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. സി പിയും സി വി ഒക്കെ എപ്പോഴാണ്, ഏത് സോളിഡിനാണോ ലിക്വിഡിനാണോ ഗ്യാസിനാണോ നമ്മൾ ഡിഫൈൻ ചെയ്യൽ? ഗ്യാസിൻ്റെ കേസിലാണ്. കാരണം ഗ്യാസിൻ്റെ കേസിൽ സ്പെസിഫിക് ഹീറ്റ് അതിൻ്റെ കണ്ടീഷൻ നമ്മൾ ആ സിസ്റ്റത്തിൽ ഇമ്പോസ് ചെയ്ത കണ്ടീഷൻ അനുസരിച്ച് വേരി ചെയ്യും. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പോൾ ഒരു പ്രത്യേക സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് വോളിയം എന്നുള്ള കണ്ടീഷനാണ് മെയിൻറ്റെയിൻ ചെയ്തതെങ്കിൽ വേറെ സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കും. ഇത് തമ്മിലുള്ള റിലേഷനാണ് ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റിൻ്റെ ഡെഫിനിഷനൊക്കെ സെയിം തന്നെ. അപ്പോൾ സി പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ഡി ടി, ഹീറ്റ് പെർ യൂണിറ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ യൂണിറ്റ് റൈസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഹീറ്റ് വേണം, അതാണ് ഇങ്ങനെ ഡിഫറൻഷ്യലിൻ്റെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡെറിവേറ്റീവായി എഴുതി വെച്ചത്. സി പി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, സി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ ഇനി നമ്മൾ ഇത് തമ്മിലുള്ള റിലേഷനാണ് കണ്ടെത്താൻ പോകുന്നത്. We want to find relation between CP and CV. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക? കൺസിഡർ a system of gas having internal energy U. In general, internal energy is a function of ടെമ്പറേച്ചർ ആൻഡ് വോളിയം. നമ്മൾ പറഞ്ഞിരുന്നു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇൻറ്റേർണൽ എനർജി ഈസ് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, റിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇൻറ്റേർണൽ എനർജി ഈസ് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. രണ്ടും ഉണ്ടാവും, ടെമ്പറേച്ചറും വോളിയവും അതിൽ വരും. അപ്പോൾ മോർ ജനറൽ ഏതാ? ടെമ്പറേച്ചറും വോളിയം വരുന്നതാ. കാരണം നമ്മൾ ഈ റിയൽ ഗ്യാസിൻ്റെ എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു ഡെറിവേഷൻ നടത്തിയാൽ അതിൽ വോളിയം ഡിപ്പെൻഡൻസ് 0 ആണെന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്തായി മാറും? ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷനായി മാറും. അതായത് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കേസ് ഓഫ് റിയൽ ഗ്യാസ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മോർ ജനറലായി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്യുന്നത്. അപ്പം ഇൻ ജനറൽ ഇൻറ്റേർണൽ എനർജി ഈസ് ദ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം, ദാറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു U ഓഫ് T ആൻഡ് V. ഓക്കെ, ഇങ്ങനെയാണ്. നൗ ആൻഡ് ഇൻഫിനിറ്റ് സിമൽ, നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തു. ആൻഡ് ഇൻഫിനിറ്റ് സിമൽ amount of heat is added to the system. സിസ്റ്റത്തിലേക്ക് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡ് ചെയ്താൽ ഫസ്റ്റ് ലോ എന്തായി മാറും? ഫസ്റ്റ് ലോ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ലോ ക്യാൻ ബി റിട്ടൺ ആസ് ഫസ്റ്റ് ലോ എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ എന്ന സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ ടു du പ്ലസ് ഡെൽറ്റ ഡബ്ല്യു.
നമ്മൾ ഫസ്റ്റ് ലോ ഇൻ ജനറൽ എന്താ ചെയ്തത്, ക്യൂ ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്നാണ്. അപ്പോൾ സ്മോൾ എമൗണ്ട് ആകുമ്പോൾ ഇവിടെ സ്മോൾ ഡെൽറ്റ ക്യൂ, ഇവിടെ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, ഇത് സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ വർക്ക് ഡൺ. ഇത് സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ്, ഇവിടെ സ്മോൾ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. നൗ ദിസ് ഈസ് ഇക്വേഷൻ 1. ഇത് ഇക്വേഷൻ 1 ആണ്. നൗ വി വാണ്ട് ടു substitute for du and delta w in equation 1. ഇക്വേഷൻ 1 നമുക്ക് എന്ത് ചെയ്യണം, ഡിയുവിന് പകരവും ഡെൽറ്റ ഡബ്ല്യുക്ക് പകരവും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒന്നാമതായിട്ട് എന്ത് ചെയ്തു, അപ്പം നമ്മൾ ആദ്യം ഡെൽറ്റ ഡബ്ല്യു കണ്ടുപിടിക്കാം. ഡെൽറ്റ ഡബ്ല്യു ആണ് സിമ്പിൾ, അതുകൊണ്ട് ഡെൽറ്റ ഡബ്ല്യു എങ്ങനെ കണ്ടെത്തുന്നത്. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, അതായത് പി ഡി വി അല്ലേ. നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്താ, ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡി വി. അത് സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതാണിത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടൽ. ഓക്കെ, മേലത്തത് കിട്ടൽ. അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ നിൽക്കുന്ന ഈ പി ഡി വി. ഇനി രണ്ടാമത് എന്താ വേണ്ടി, ഡി യു. ഡി യു എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് നമ്മുടെ യു. യു ഇസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. അപ്പോൾ യു ഡി യു എങ്ങനെ കണ്ടെത്താൻ നോക്കാം. വി ഹാവ് യു ഈസ് ഈക്വൽ ടു യു ഓഫ് ടി വി. യു എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെയും വോളിയത്തിൻ്റെയും ഫങ്ഷനാണ്. ദെർഫോർ ഡി യു ഈക്വൽ ടു, ഇനി ഇതിനെ പാർഷ്യൽ ഡിഫറൻഷ്യലായിട്ട് നമ്മൾ എഴുതുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എഴുതുമ്പോൾ മനസ്സിലാവും. ഡോ യു ബൈ ഡോ ടി ഇൻറ്റു മറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റു ഡി ടി പ്ലസ്, ഇത് മാത്രം മതിയോ, ടെമ്പറേച്ചർ മാത്രമാണോ വേരിയേഷൻ ഉള്ളത്, വോളിയത്തിൻ്റെ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി വി അല്ലേ. ടെമ്പറേച്ചറിനനുസരിച്ചുള്ളൊരു ചേഞ്ച്, അതുപോലെ വോളിയത്തിനും അനുസരിച്ചുള്ളൊരു ചേഞ്ച്, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇതാവുക. ഓക്കെ, അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ആയി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഡെൽറ്റ ഡബ്ല്യു ആൻഡ് ഡി യു ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തായി മാറും, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു, ഇത് കൊടുക്കുമ്പോൾ ഡി യുക്കുള്ളത് കൊടുക്കുമ്പോൾ ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റു ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി വി പ്ലസ്, ഇനിയിപ്പോൾ രണ്ടാമത്തത് ഇവിടെ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ പി ഡി വി, അല്ല ഇൻ്റഗ്രൽ ഇല്ല, പി ഡി വി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, ഡെൽറ്റ ക്യൂ ബൈ ഡി ടി ഇതിനെന്ത് ചെയ്തു, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡി ടി ഓഫ് ഫൈനൽ ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തായി മാറും, ഡെൽറ്റ ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. ആർ എച്ച് എസ് ഇങ്ങനെ ആയിക്കാരം, ഇവിടെ ഈ ഡി ടി ക്യാൻസലായി പോകും, പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇവിടെ ഡി വിൻ്റെ താഴെ ഒരു ഡി ടിയും വരും ഡിവൈഡ് ചെയ്തപ്പോൾ ഉള്ളത്, പ്ലസ് പി ഡി വി ബൈ ഡി ടി. ഓക്കെ, ഇവിടെ ഡി വി ബൈ ഡി ടി കോമൺ ആണ് അവസാനത്തെ രണ്ട് ടേമിൽ, അതും കൂടി കോമൺ ആക്കി എഴുതാം. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പ്ലസ് ഈ പി ഞാൻ ഫസ്റ്റ് എഴുതിയിട്ടാണ്, കോമൺ ആയിട്ട് എഴുതുമ്പോൾ പി പ്ലസ്
എല്ലാത്തിനും കുഴപ്പമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെയാണ് ഒരു കൺവെൻഷൻ. ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇതാണ് ഈ പി ആണ് ആദ്യം എഴുതിയത്, പിന്നെ ഇത് രണ്ടാമത്തെ എഴുതിയത്. ഡി വി ബൈ ഡി ടി. അപ്പം ഇങ്ങനെ ഒരു ഇത് കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ കളികളൊക്കെ എഴുതിയതിലാണ് ഈ ഫൈനൽ ഇക്വേഷനിലാണ്. ഇത് നമ്മൾ ഇക്വേഷൻ എത്ര കൊടുത്ത് 1, ഇക്വേഷൻ 2. നൗ നമുക്കറിയാം എന്താണ് സ്പെസിഫിക് ഹീറ്റുകൾ നമ്മൾ ആദ്യം എഴുതി വെച്ചാണ്. സ്പെസിഫിക് ഹീറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടില്ലേ? എന്താ സ്പെസിഫിക് ഹീറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സി പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. സി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ അത് മനസ്സിൽ ഉണ്ടാവട്ടെ. ഇനി നമ്മൾ സി വി എന്താണെന്ന് എഴുതി നോക്കാം. സി വി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അല്ലേ? അപ്പോൾ ഇതാണ് ഇത് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതായത് അതല്ല, ഇക്വേഷൻ 2 അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അല്ലേ സി വി എന്ന് പറഞ്ഞാൽ? അല്ലേ? കാരണം ഇവിടെ ഇത് ഇതാണ് സാധനം. അത് കൊടുത്താൽ എന്താവും? ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പ്ലസ് പി പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. പിന്നെ കോൺസ്റ്റൻറ്റ് വോളിയം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ ഡി വി എന്താ? കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ 0. അതുകൊണ്ട് തന്നെ ഈ ടേം 0 ആയിരിക്കും. പിന്നെന്താ ഉണ്ടാകുക ബാക്കി? സി വി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, ഇതറിഞ്ഞിരിക്കാം. ഇക്വേഷൻ 3. ഓക്കെ, ഇനി നമ്മളെടുത്തത് ഇപ്പോൾ സി വിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി സി പി എന്താണെന്ന് നോക്കാം. സി പി എന്താ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് മേലെ. സി പി എന്താ? ഇതന്നെ ഉള്ളിലുള്ളൊക്കെ സെയിം തന്നെ. ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറായിരിക്കും സി പി എന്ന് പറഞ്ഞാൽ. കോൺസ്റ്റൻറ്റ് പ്രഷർ. സി പി. വാട്ട് ഈസ് സി പി? എന്താണ് എഴുതണത്? സി പി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഡെൽറ്റ ക്യൂ ബൈ ഡി ടി എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയാണ് ഇതിൽ രണ്ടാമത്തെ ഇക്വേഷന്. അതായത് രണ്ടാമത്തെ ഇക്വേഷന് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നുള്ള കണ്ടീഷൻ കൊടുക്കുക രണ്ടാമത്തെ ഇക്വേഷനിൽ. അത് കൊടുത്താൽ എന്താവും? സി പി ഈസ് ഈക്വൽ ടു ഈ ഭാഗത്തിന് പകരം ഇനി നമ്മൾ ഉള്ളിൽ ആ രണ്ടാമത്തെ ഇക്വേഷൻ്റെ RHS കൊടുക്കുക. അപ്പോൾ എന്താവും? ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ്. ഈ കണ്ടീഷൻ ഇവിടെ ഓൾറെഡി ഒരു കണ്ടീഷൻ ഉണ്ട്, അവിടെ ഇനി ഇത് കൊടുക്കണ്ട. പി പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഇവിടെ ഇപ്പോൾ ആ കണ്ടീഷൻ കൊടുക്കേണ്ട സ്ഥലം ഇതാണ്. ഡി വി ബൈ ഡി ടി. നേരത്തെ നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞപ്പോൾ കണ്ടീഷൻ ഇവിടെ അല്ല വന്നത്, ഡി വി ഈക്വൽ ടു 0. ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് കൊടുക്കുക. ഇവിടെ ഓൾറെഡി കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞേക്കണം. ഇവിടെ അതിനൊന്നും മാറ്റില്ല. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നുണ്ട് ഇവിടെ. ഇതെന്താ? ദിസ് ഈസ് നത്തിങ് ബട്ട് ഇതെന്താണ്? ഇതാണ് ഇക്വേഷൻ 2 അല്ലേ? 3 അല്ലേ? ഇതല്ലത്. ഇപ്പോൾ ഡോ യു ബൈ ഡോ ടിക്ക് പകരം നമുക്ക് സി വി എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് സി പി ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് സി വി എന്ന് കൊടുക്കാം. കാരണം ഇവിടെ നമ്മൾ സി വി കണ്ടെത്തിയപ്പോൾ ഇതാണ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് സി വി കൊടുക്കും. സി വി പ്ലസ് പി പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇതാണ് നമ്മളൊരു ജനറൽ എക്സ്പ്രഷനായി. ഇത് റിയൽ ഗ്യാസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഓക്കെ, നൗ സ്പെഷ്യൽ കേസ് ഫോർ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇൻറ്റേർണൽ എനർജി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇൻറ്റേർണൽ എനർജി ഈസ് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. അതായത് ഇൻറ്റേർണൽ എനർജി ഈസ് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ മാത്രം ഫങ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഡി യു ബൈ ഡി വി എന്തായിരിക്കും? ഡി യു ബൈ ഡി വി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ, ഇതിൽ യുവിൽ എന്തെങ്കിലും വിൻ്റെ വല്ല ടേം ഉണ്ടോ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ടീൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീനെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അത് 0 ആയിരിക്കും. നമ്മൾ ആ കണ്ടീഷൻ നമ്മൾ ഈ ജനറൽ ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഈ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ആവുന്നു നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതാണ് 4ാമത്തെ ഇക്വേഷൻ. ഇത് എങ്ങനെ മോഡിഫൈ ആവുന്നു നമുക്ക് നോക്കാം. സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് പി പ്ലസ് ഡോ യു ബൈ ഡോ വി. ഓക്കെ, ഇവിടെ ഡോ യു എന്ന് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ സൈസിൽ ഇപ്പോൾ രണ്ടും സെയിം ആണ്. കാരണം നമ്മൾ കൺവീനിയൻസിന് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഡോ യു ബൈ ഡോ വി. ഈ കേസിൽ ഇവിടെ വേറെ ടേമുകളൊന്നും ഇല്ലല്ലോ, വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഡോ യു ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഡി വി ബൈ ഡി യു ബൈ ഡി വി എന്ന് പറഞ്ഞാലൊക്കെ സെയിം ആയിട്ടാണ് ഈ കേസിൽ. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ പകരം നമ്മൾ 0 എന്ന് കൊടുത്തു. ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് പി ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഫോർ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഒന്നും കൂടി ഫോർ ഐഡിയൽ ഗ്യാസ് ഒരു കണ്ടീഷനും കൂടി കൊടുക്കുക. ഫോർ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എന്ത് ചെയ്യും? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കാം. Ideal gas will obey ideal gas equation, that is PV is equal to, for 1 mole PV is equal to RT for 1 mole. അതായത് n ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് PV is equal to RT അങ്ങനെ കൊടുത്ത് ആ കണ്ടീഷൻ. അപ്പോൾ എന്താവും? V നമുക്ക് എന്ത് ചെയ്യാൻ, ഇതിൽ നിന്ന് നമുക്കൊരു വീക്കുള്ളൊരു എക്സ്പ്രഷൻ കിട്ടിയ അവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതിനും വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് V is equal to RT by P. ഓക്കെ, അവിടെ കൊടുത്തു. ഇക്വേഷനിൽ കൊടുക്കാം. സി പി is equal to സി വി പ്ലസ് പി ഡി ബൈ ഡി ടി ഓഫ് വിക്ക് പകരം എന്ത് ചെയ്തു? RT by P എന്ന് കൊടുക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇതെന്താ മൊത്തം കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അതായത് സി വി പ്ലസ് ഇവിടെ ഇപ്പോൾ 6 കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറിനെ കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷറും കോൺസ്റ്റൻ്റാണ്. പ്രഷറിനും പുറത്തെടുക്കുക. 6ഉം ഇതൊക്കെ പുറത്ത് വരും. R/P ഡി ടി. പിന്നെ എന്താ ഉള്ളത്? ഡി ടി ബൈ ഡി ടി, അത് 1. പിന്നെന്താ? ഈ പ്രഷറും വെട്ടാം. പിന്നെന്താ ഉള്ളത്? ഇംപ്ലൈസസ് സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ഓക്കെ,
ഇത് അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ കിട്ടിയില്ല, സി പിയും സി വിയും ഫോർ ഐഡിയൽ ഗ്യാസ് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു കൺക്ലൂഷൻ കൂടി നമുക്ക് കിട്ടും. സി പി ആണോ സി വി ആണോ വലുത്? ഇതിൽ നിന്ന് ഇത് നോക്കിയാൽ എന്താ മനസ്സിലാവുക? ആറ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അത് 8.314 ഒക്കെ അതിൻ്റെ വാല്യൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് നോട്ടാ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അതായത് സി പി ആണോ സി വി ആണോ വലുത്? സി പിയിൽ നിന്ന് സി വി കുറക്കുമ്പോൾ ഒരു പോസിറ്റീവായ ആൻസർ കിട്ടണമെങ്കിൽ സി പി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സി വി. നമ്മൾ നാളെ സ്പെസിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സി പി സി വിയേക്കാൾ കൂടുതലായിരിക്കും എന്ന്. അപ്പോൾ അതുകൂടി ശരിയാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഈസ് ഈക്വൽ ടു സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. താങ്ക് യു.